ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു എപ്സിലോൺ ലേണിംഗ്. നമ്മുടെ ഫസ്റ്റ് ടൈം എക്സാം, ഓണം എക്സാം ആകാനായില്ലേ? ഓഗസ്റ്റിലാണ് എക്സാം. എല്ലാവരും പഠിച്ചു തുടങ്ങിയോ? നമ്മുടെ ചാനലിലൂടെ നമ്മൾ ഒരു റിവിഷൻ സീരീസ്, അതായത് ഒരു PYQ സീരീസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. മുൻ വർഷത്തെ ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ട് ഓരോ ക്വസ്റ്റ്യൻസും ആൻസറും ഡിസ്കസ് ചെയ്യുന്നതോടൊപ്പം അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ കൺസെപ്റ്റും നമ്മൾ റിവൈസ് ചെയ്തു പോകും. ഇനി പഠിച്ചു തുടങ്ങിയവർക്കും ഇതുവരെ പഠിച്ചിട്ടില്ലാത്തവർക്കും ഈ ഒരു സീരീസ് എന്തായാലും യൂസ്ഫുൾ ആകും. അപ്പോൾ ഇന്ന് നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ, 10th ഫസ്റ്റ് ചാപ്റ്റർ അരിത്തമാറ്റിക് സീക്വൻസിലെ കഴിഞ്ഞ വർഷം ചോദിച്ചിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലെയും ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: വാട്ട് ഈസ് ദ നെക്സ്റ്റ് നമ്പർ ഓഫ് പെർഫെക്റ്റ് സ്ക്വയർ നമ്പർ സീക്വൻസ് 1, 4, 9? 1, 4, 9 എന്ന പൂർണ്ണവർഗ സംഖ്യാശ്രേണിയിലെ അടുത്ത സംഖ്യ ഏത്? നമുക്ക് തന്നിട്ടുള്ളത് ഒരു നമ്പർ സീക്വൻസ് ആണ് 1, 4, 9 അല്ലേ? സ്ക്വയേഴ്സ് ആണ് തന്നിട്ടുള്ളത്, പെർഫെക്റ്റ് സ്ക്വയേഴ്സ് ആണ് തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അടുത്ത നമ്പർ ഏതായിരിക്കും? 1, 1ൻ്റെ സ്ക്വയർ, 2ൻ്റെ സ്ക്വയർ 4, 3യുടെ സ്ക്വയർ 9. ദെൻ അടുത്ത നമ്പർ എന്തായിരിക്കും? 4ൻ്റെ സ്ക്വയർ അല്ലേ? 4ൻ്റെ സ്ക്വയർ എന്താ? 4 സ്ക്വയർ ഈസ് ഈക്വൽ ടു 16. അപ്പോൾ 16 ആയിരിക്കും നമ്മളുടെ അടുത്ത നമ്പർ വരിക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Read the two statements given below. Statement 1. If the sum of second and fifth terms of an arithmetic sequence is 17, then the sum of third and fourth terms is also 17. Statement 2. In an arithmetic sequence, if the sum of two positions is equal to the sum of other two positions, then the sum of terms at each pair is the same. Choose the correct answer from those given below. Statement 1 is true and statement 2 is false. 1 false, statement 2 is true. Both the statements are true. Statement 2 is the correct reason of statement 1. Both the statements are true. Statement 2 is not the correct reason of statement 1. ഓക്കെ, ഇവിടെ എന്തായിരിക്കും ആൻസർ വരാം? ഇഫ് ദ സം ഓഫ് സെക്കൻഡ് ആൻഡ് ഫിഫ്ത്ത് ടേംസ് ഓഫ് എൻ അരിത്തമാറ്റിക് സീക്വൻസ് ഈ 17 എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? അതായത് സെക്കൻഡ് ടേമും ഫിഫ്ത്ത് ടേമിൻ്റെയും ഇതിൻ്റെ സം എന്ന് പറയുന്നത് എത്രയാണ് തന്നിട്ടുണ്ട്? 17 ആണ് തന്നിട്ടുണ്ട്. ഇത് രണ്ടും ആഡ് ചെയ്താൽ ടേംസ് തമ്മിൽ സെക്കൻഡ് ടേമിൻ്റെയും ഫിഫ്ത്ത് ടേമിൻ്റെയും 17 ആണ്. അതുപോലെ തന്നെ തേർഡ് ടേമിൻ്റെയും ഫോർത്ത് ടേമിൻ്റെയും എന്ന് പറയുന്നത് 17 തന്നെയാണ്. ഓക്കെ, സ്റ്റേറ്റ്മെൻറ്റ് 2 തന്നിട്ടുള്ളത് എന്താ? ഇൻ എൻ അരിത്തമാറ്റിക് സീക്വൻസ് ഇഫ് ദ സം ഓഫ് ടു പൊസിഷൻ ഈസ് ഈക്വൽ ടു ദ സം ഓഫ് അതർ ടു പൊസിഷൻ, ദെൻ ദ സം ഓഫ് ടേംസ് അറ്റ് ഈച്ച് പെയർ ഈസ് ദ സെയിം. ഓക്കെ, ആ സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ അല്ലേ? ഇത് ട്രൂ ആണ്, ഇതും ട്രൂ അല്ലേ? അല്ലേ? നമ്മൾ പഠിച്ചിട്ടുണ്ട്, എന്താണെന്ന് പഠിച്ചിട്ടുണ്ട്? ഇഫ് ദ സം ഓഫ് ടു സം ഓഫ് ടു പൊസിഷൻ ഈസ് ഈക്വൽ ടു സം ഓഫ് അതർ ടു പൊസിഷൻ. ഇവിടെ നോക്കിക്കേ, സെക്കൻഡും ഫിഫ്ത്തും. അപ്പോൾ സെക്കൻഡും ഫിഫ്ത്തും ആയിട്ട് 2 + 5 എന്ന് പറയുന്നത് 7 അല്ലേ? ഇവിടെ തേർഡ് ആൻഡ് ഫോർത്ത് 3 + 4 എന്ന് പറയുന്നതും 7 ആണ് അല്ലേ? അപ്പോൾ എന്താണ്? സം ഓഫ് ടു പൊസിഷൻ്റെ സം ഈക്വൽ ആണെങ്കിൽ രണ്ട് പെയറിൻ്റെ അരിത്തമാറ്റിക് സീക്വൻസ് സം ഓഫ് ടു പൊസിഷൻ ഈസ് ഈക്വൽ ടു സം ഓഫ് അതർ ടു പൊസിഷൻ, അതിൻ്റെ എന്തായിരിക്കും? ദ സം ഓഫ് ടേംസ് അറ്റ് ഈച്ച് പെയർ ഈസ് ദ സെയിം അല്ലേ? അതല്ലേ തന്നിട്ടുള്ളത്. അപ്പോൾ അതെന്താണ്? ഏതാണ് ആൻസർ വരാം? സി അല്ലേ ആൻസർ വരാം. ബോത്ത് ദ സ്റ്റേറ്റ്മെൻറ്റ് ആർ ട്രൂ, രണ്ടും ട്രൂ ആണ്. സ്റ്റേറ്റ്മെൻറ്റ് 2 എന്ന് പറയുന്നത് കറക്റ്റ് റീസൺ ഫോർ സ്റ്റേറ്റ്മെൻറ്റ് 1 ആണ്. ഓക്കെ, അതായത് ഏതായിരിക്കും? പ്രസ്താവന രണ്ടും ശരിയാണ്. പ്രസ്താവന 1ൻ്റെ കാരണമാണ് പ്രസ്താവന 2. ഓക്കെ, നമുക്ക് വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാൻ എടുക്കുന്നു 4, 5, 6, 7, 8. ഓക്കെ, ഓരോ പൊസിഷൻ എഴുതി കഴിഞ്ഞാൽ ഇത് ഫസ്റ്റ് പൊസിഷൻ, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത്. ഓക്കെ, ഇനി ആഡ് ചെയ്യണം. ഫസ്റ്റ് പൊസിഷനും ഫിഫ്ത്ത് പൊസിഷനും ആഡ് ചെയ്യുമ്പോൾ 8 + 4 എന്താണ്? 12 ആണ്. ഓക്കെ, ഇനി സെക്കൻഡ് പൊസിഷനും ഫോർത്ത് പൊസിഷനും ആഡ് ചെയ്യുമ്പോൾ 5 + 7 എന്ന് പറയുന്നത് എന്താണ്? 12 ആണ് അല്ലേ? അതായത് നോക്കിയേ, ഫസ്റ്റും ഫിഫ്ത്തും അല്ലേ? ഫസ്റ്റും ഫിഫ്ത്തും എന്ന് പറയുന്നത് എന്താണ്? 1 + 5. അതിൻ്റെ പൊസിഷൻ്റെ സം എന്ന് പറയുന്നത് 6 ആണ്. സെക്കൻഡും ഫോർത്തും എന്ന് പറയുന്നത് 2 + 4. അതിൻ്റെ പൊസിഷൻ്റെ സം എന്ന് പറയുന്നത് എന്താണ്? 6 ആണ്. ഓക്കെ, ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: Write the sequence of natural numbers where each terms leave remainder 4 on division by 6. Is this an arithmetic sequence? Why? അതായത് 6 കൊണ്ട് ഹരിച്ചാൽ
4 മിച്ചം വരുന്ന, അതായത് ശിഷ്ടം 4 വരുന്ന എണ്ണൽ സംഖ്യാ ശ്രേണി എഴുതുക. ഇത് സമാന്തര ശ്രേണിയാണോ എന്തുകൊണ്ട്? ഓക്കെ, അപ്പോൾ നമുക്ക് എഴുതി നോക്കാം. റൈറ്റ് ദ സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് വേർ ഈച്ച് ടേംസ് ലീവ് റിമൈൻഡർ 4. ഓക്കെ, അപ്പോൾ ആദ്യത്തെ നമ്പർ എന്ന് പറയുന്നത് എന്തായിരിക്കും? 4 ആയിരിക്കും അല്ലേ? അതായത് 4നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ എന്താണ്? 4 ആണ്. ഓക്കെ, അടുത്ത നമ്പർ ഏതായിരിക്കും? 6ൻ്റെ മൾട്ടിപ്പിൾസ് ആദ്യം എഴുതി നോക്കാം. 6ൻ്റെ മൾട്ടിപ്പിൾസ് എന്താ? 6, 12, 18, 24 എക്സെട്ര അങ്ങനെ പോകും അല്ലേ? അപ്പോൾ 6നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ 0 ആണ് അല്ലേ? അപ്പോൾ 4 കിട്ടണമെങ്കിൽ ഈ 6ൻ്റെ കൂടെ എന്ത് ആഡ് ചെയ്താൽ മതി? 4 ആഡ് ചെയ്താൽ പോരെ? അപ്പോൾ അടുത്ത നമ്പർ എന്തായിരിക്കും? 10 ആയിരിക്കും. 12ൻ്റെ കൂടെ എന്ത് ആഡ് ചെയ്താൽ മതി? 4 ആഡ് ചെയ്താൽ മതി. അപ്പോൾ അടുത്ത നമ്പർ എന്തായിരിക്കും? 16 ആയിരിക്കും. ഓക്കെ, അടുത്ത നമ്പർ എന്തായിരിക്കും? 4 ആഡ് ചെയ്താൽ 18ൻ്റെ കൂടെ 4 ആഡ് ചെയ്താൽ 22 ആയിരിക്കും. അങ്ങനെ പോകും അല്ലേ? അപ്പോൾ 4, 10, 16, 22 എക്സെട്ര. ഇനി അതിൽ ചോദിച്ചിട്ടുള്ള ദീസ് ആൻ അരിത്തമാറ്റിക് സീക്വൻസ്, ഇതൊരു സമാന്തര ശ്രേണിയാണോ എന്നെങ്ങനെയാണ് നമ്മൾ ഫൈൻഡ് ചെയ്യാം? അതിൻ്റെ പൊതുവ്യത്യാസം അല്ലെങ്കിൽ ഇതിൻ്റെ കോമൺ ഡിഫറൻസ് ഉണ്ടോ നോക്കിക്കേ. 10 - 4 എന്താണ്? 6 ആണ്. 16 - 10 എന്താണ്? 6 ആണ്. കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് എന്താണ്? 6 ആണ്. അപ്പോൾ എന്താണ്? യെസ്, ഇതെന്താണ്? ഇതൊരു സമാന്തര ശ്രേണിയാണ്, അതായത് ഇതൊരു അരിത്തമാറ്റിക് സീക്വൻസ് ആണ് അല്ലേ? നമുക്കറിയാം അരിത്തമാറ്റിക് സീക്വൻസ് എന്ന് പറഞ്ഞാൽ കൃത്യമായി ഒരേ നമ്പർ തന്നെ ആഡ് ചെയ്ത് കിട്ടുന്ന സീക്വൻസ് ആണ് അരിത്തമാറ്റിക് സീക്വൻസ് അല്ലേ? അവിടെ 6 ആണ് ആഡ് ചെയ്ത് പോകുന്നത്. അപ്പോൾ ഇതെന്താണ്? ഇതൊരു അരിത്തമാറ്റിക് സീക്വൻസ് ആണ്. ഓക്കെ, അപ്പോൾ ആൻസർ എന്ത് എഴുതാം? ഫസ്റ്റത്തെ ആൻസർ എന്ത് എഴുതാം? നമ്മൾക്ക് ആദ്യം സീക്വൻസ് എഴുതാം. ഏതായാലും സീക്വൻസ് 4, 10, 16, 22 എക്സെട്ര. ചോദിച്ചിട്ടുണ്ട് ഇസ് ദിസ് ആൻ അരിത്തമാറ്റിക് സീക്വൻസ്? യെസ്, ഈസ് ആൻ അരിത്തമാറ്റിക് സീക്വൻസ്. റീസൺ എന്താണ്? കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത്. കോമൺ ഡിഫറൻസ് നമുക്ക് എന്ത് കിട്ടി? 6 കിട്ടി. അതായത് പൊതുവ്യത്യാസം അല്ലേ? പൊതുവ്യത്യാസം എന്ന് പറയുന്നത് എന്താണ്? 6 ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Fourth question. The fourth term of arithmetic sequence is 51 and the sixth term is 45. അതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, what is the fifth term? Second question, what number is to be added to the fifth term to get its first term? Write the first 3 terms of this sequence. അതായത് ഒരു സമാന്തര ശ്രേണിയുടെ 4ാം പദം 51ഉം 6ാം പദം 45ഉമാണ്. 5ാം പദം എത്ര? അതാണ് ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത്. ഒരു അരിത്തമാറ്റിക് സീക്വൻസിൻ്റെ തന്നിട്ടുള്ളത് ഏതാണ്? തന്നിട്ടുള്ളത് 4th ടേം തന്നിട്ടുണ്ട് അല്ലേ? 4th ടേം എന്ന് പറയുന്നത് എന്താണ്? 4th ടേം 51 ആൻഡ് 6th ടേം എന്ന് പറയുന്നത് 45 ആണ്. ഓക്കെ, അപ്പോൾ 14നും 16നും ഇടയിലുള്ള മിഡിൽ ടേം ആണല്ലോ 5th ടേം. അപ്പോൾ 5th ടേം എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? 5th ടേം എന്ന് പറയുന്നത് മിഡിൽ ടേം ആണ് അല്ലേ? 5th ടേം എന്ന് പറയുന്നത് എന്ത് ചെയ്താൽ മതി? 4th ടേമും 6th ടേമും ആഡ് ചെയ്തിട്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി അല്ലേ? അങ്ങനെയല്ലേ മിഡ് ടേം കണ്ടുപിടിക്കാം. 51 + 45 ഡിവൈഡഡ് ബൈ 2. അപ്പോൾ 51 + 45 എന്ന് പറയുന്നത് 96 ആണ്. 96 ഡിവൈഡഡ് ബൈ 2. അപ്പോൾ 96 ഡിവൈഡഡ് ബൈ 2 എന്ന് പറയുന്നത് എത്രയായിരിക്കും? 48 ആയിരിക്കും. അപ്പോൾ 48 ആണ് 5th ടേം വരാം. ഓക്കെ, അതായത് 5ാം പദം എന്ന് പറയുന്നത് 48. സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. വാട്ട് നമ്പർ ഈസ് ടു ബി ആഡഡ് ടു ദി 5th ടേം ടു ഗെറ്റ് ഇറ്റ്സ് ഫസ്റ്റ് ടേം? 5ാം പദത്തോട് ഏത് സംഖ്യ കൂട്ടിയാലാണ് ആദ്യ പദം ലഭിക്കുക? ഓക്കെ, അപ്പോൾ 5ാമത്തെ ടേം, അപ്പോൾ 5th ടേമിൻ്റെ കൂടെ ഏത് നമ്പർ ആഡ് ചെയ്താലാണ് നമുക്ക് ഫസ്റ്റ് ടേം കിട്ടുക? അതാണ് നമുക്ക് ഫൈൻഡ് ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ 5th ടേം കാൽക്കുലേറ്റ് ചെയ്തു. തൊട്ട് മുമ്പ് 5th ടേം ഫൈൻഡ് ചെയ്തു. 5th ടേം എത്രയായിരുന്നു? 5th ടേം എന്ന് പറയുന്നത് 48 ആണ് 5th ടേം. ദെൻ 4th ടേം എന്ന് പറയുന്നത് 51 ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഡിഫറൻസ് എന്ന് പറയുന്നത് 48 - 51 = -3 അല്ലേ? ഇതൊരു ഡിക്രീസിങ് സീക്വൻസാണ് അതെ, അതായത് കുറഞ്ഞാണ് വരുന്നത് അല്ലേ? അതായത് 5th ടേം ഉണ്ട്. ഓക്കെ, 5th ടേമിൽ നിന്ന് എത്ര ഡിഫറൻസ് മൈനസ് ചെയ്താലാണ് നമ്മൾ ഫസ്റ്റ് ടേമിലോട്ട് എത്തുക? എത്ര ഡിഫറൻസ് മൈനസ് ചെയ്യണം? 1 2 3 4 അല്ലേ? അതായത് -3 -3 -3 -3 അല്ലേ?
അപ്പോൾ 4 ടൈംസ് -3 അല്ലേ. അപ്പോൾ ഫിഫ്ത്ത് ടേമിൽ നിന്ന് 4 ഡിഫറൻസ് മൈനസ് ചെയ്താലാണ് നമുക്ക് എന്ത് കിട്ടാം, ഫസ്റ്റ് ടേം കിട്ടാം അല്ലേ. അപ്പോൾ നമ്മളെ ഡിഫറൻസ് എന്ന് പറയുന്നത്, നമ്മളെ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് -3 ആണ് അല്ലേ. അപ്പോൾ 4 ഡിഫറൻസ് എന്ന് പറയുമ്പോൾ 4 × -3 എന്താണ്, -12 ആണ്. അതായത് ഫിഫ്ത്ത് ടേമിൽ നിന്ന് എന്ത് മൈനസ് ചെയ്യണം, -12 മൈനസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, ഫസ്റ്റ് ടേം കിട്ടും. അതായത് ഇതിൻ്റെ മീനിങ് എന്താ, അതായത് ഫിഫ്ത്ത് ടേം, ഇതെന്ത് മൈനസ് പ്ലസ് ആയി. അപ്പോൾ ഫിഫ്ത്ത് ടേമിൽ കൂടെ ഏത് നമ്പർ കൂട്ടിയാലാണ് ഫസ്റ്റ് ടേം കിട്ടുക, 12 അല്ലേ. 12 ആഡ് ചെയ്താലാണ് ഫസ്റ്റ് ടേം കിട്ടുക. അതായത് 12 മസ്റ്റ് ബി ആഡഡ്. 12 അതായത് ഫിഫ്ത്ത് ടേമിൻ്റെ കൂടെ, അഞ്ചാം പദത്തിൻ്റെ കൂടെ 12 ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഫസ്റ്റ് ടേം കിട്ടുക അല്ലേ. അതായത് ഇതൊരു ഡിക്രീസിങ് സീക്വൻസ് ആയതുകൊണ്ട്. ഓക്കെ, ദെൻ അതിൽ തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം. റൈറ്റ് ദ ഫസ്റ്റ് 3 ടേംസ് ഓഫ് ദിസ് സീക്വൻസ്. ഈ സീക്വൻസിൻ്റെ ആദ്യത്തെ, അതായത് ശ്രേണിയിലെ ആദ്യത്തെ 3 പദങ്ങൾ എഴുതുക. ഓക്കെ, അപ്പോൾ നമുക്കറിയാം കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് എന്താണ്, -3 ആണ് അല്ലേ. കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് -3 ആണ്. ഓക്കെ, അപ്പോൾ ഫിഫ്ത്ത് ടേം എന്ന് പറയുന്നത് 48 ആണ്. അപ്പോൾ 48 + 12 എന്ന് പറയുന്നത് 60. ഇതാണ് ഫസ്റ്റ് ടേം. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ടേം എന്ന് പറയുന്നത് 3 മൈനസ് ചെയ്യുക. 60 - 3 എന്ന് പറയുന്നത് 57. ഓക്കെ, ഇനി എന്ത് ചെയ്യണം, അടുത്ത ടേം കിട്ടാം, 57 - 3 = 54. തേർഡ് ടേം. ഫോർത്ത് ടേം എന്ന് പറയുന്നത് നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്. ഫോർത്ത് ടേം എന്താണ്, 51 ആണ് അല്ലേ. 54 - 3 എന്ന് പറയുന്നത് 51. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് 3 ടേംസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഏതൊക്കെയാണ്, 60, 57, 54. ഇതൊരു ഡിക്രീസിങ് സീക്വൻസ് ആണ് അല്ലേ. ഇതൊരു കുറഞ്ഞ് വരുന്നൊരു എന്താണ്, ശ്രേണി, സമാന്തര ശ്രേണിയാണ്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ സം ഓഫ് ഫസ്റ്റ് 7 ടേംസ് ഓഫ് അരിത്തമാറ്റിക് സീക്വൻസ് ഈസ് 133 ആൻഡ് ദ സം ഓഫ് ഫസ്റ്റ് 14 ടേംസ് ഈസ് 511. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, the sum of first 7 terms of arithmetic sequence is 133 and the sum of first 14 terms is 511. First question, what is fourth term? Second question, what is the 11th term? Third question, write the first 3 terms of this sequence. അതായത് ഒരു സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ 7 പദങ്ങളുടെ തുക 133, അതായത് 133, ആദ്യത്തെ 14 പദങ്ങളുടെ തുക 511. അപ്പോൾ ശ്രേണിയിലെ 4ാം പദം എന്താണ്, 11ാം പദം എന്താണ്, ശ്രേണിയിലെ ആദ്യത്തെ 3 പദങ്ങൾ എഴുതുക. ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ക്വസ്റ്റ്യൻ നമുക്ക് ദ സം ഓഫ് ഫസ്റ്റ് 7 ടേംസ് ഓഫ് അരിത്തമാറ്റിക് സീക്വൻസ് ഈസ് 133 അല്ലേ. ഫസ്റ്റത്തെ സം ഓഫ് ഫസ്റ്റ് 7 ടേംസ്, 7 ടേംസിൻ്റെ സമ്മാണ് എന്ത് തന്നിട്ടുള്ളത്, 133. അതായത് 7 ടേംസ്, x1, x2, x3, x4, x5, x6, x7. അതെ, ഫസ്റ്റ് ടേം, സെക്കൻഡ് ടേം, തേർഡ് ടേം, അങ്ങനെ പോകും. ഓക്കെ, നമുക്ക് ഫൈൻഡ് ചെയ്യാനുള്ളത് വാട്ട് ഈസ് ദ ഫോർത്ത് ടേം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ദ ഫോർത്ത് ടേം ആണ് ഫൈൻഡ് ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ 7 ടേം എടുക്കുന്നു, x1, x2, x3, x4, x5, x6, x7 അല്ലേ. അപ്പോൾ 7 ടേംസ് എടുക്കുന്നു. ഫോർത്ത് ടേം എന്ന് പറയുന്നത്, 4ാം പദം എന്ന് പറയുന്നത് ഈ 7 പദങ്ങളിലല്ല, ഈ 7 ടേംസിലെ ഇതിലെ മിഡ് ടേം ആണ് ആര്, ഫോർത്ത് ടേം എന്ന് പറയുന്നത്. അപ്പോൾ ഈ മിഡ് ടേം നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക, നമുക്കറിയാം. നമുക്കിത് ഒരു കൺസെപ്റ്റ് യൂസ് ചെയ്തിട്ട് ആണ് നമ്മൾ മിഡ് ടേം കണ്ടുപിടിക്കുന്നത്. അതെങ്ങനെയാണ്, നമ്മൾ സിമ്പിളായിട്ടുള്ളൊരു എക്സാമ്പിൾ പറയാം. 1, 2, 3, 4, 5 ടേംസ് എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ പെയർ വൈസ് സം ചെയ്യുന്നു. 1, 5, 1 + 5 6, 2 + 4 6 ആണ്. ഓക്കെ, ദെൻ സം ഓഫ് ടേംസ്, ഈ ടേംസിൻ്റെ സം എന്താണ്, എല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും, 1 + 2 + 3 + 4 + 5 ആഡ് ചെയ്യുമ്പോൾ എന്താണ് കിട്ടുക, 15 ആണ് കിട്ടുക അല്ലേ. അതെങ്ങനെ വേറെ രീതിയിൽ പറയാം, 1 + 5 6, ഇത് എന്താണ് 6 + 6, 6 + 6 12, 12 + 3 = 15 ആണ്. ഓക്കെ, ഈ സം ഓഫ് ടേംസിനെ മിഡ് ടേം ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് നമുക്ക് എങ്ങനെ പറയാം, ഈ 15 എന്ന് പറയുന്നത് 3 × 5 അല്ലേ 15. അതെ, അപ്പോൾ 3 എന്ന് പറയുന്നത് നമുക്കറിയാം, ഈ 3 എന്ന് പറയുന്നത് ഇതിൻ്റെ മിഡ് ടേം ആണെന്നറിയാം. 5 എന്ന് പറയുന്നത് നമ്പർ ഓഫ് ടേംസ്, എത്ര ടേം ഉണ്ട്, 1, 2, 3, 4, 5 ടേംസ് ഉണ്ട് അല്ലേ. അപ്പോൾ മിഡ് ടേമിനെ, 3 എന്ന് പറയുന്നത് മിഡ് ടേം ആണ്, മിഡ് ടേം ഇൻറ്റു നമ്പർ ഓഫ് ടേംസ്, അതായത് എന്താണ് സം ഓഫ് ടേംസ് എന്ന് പറയുന്നത്, സം ഓഫ് ടേംസ്
എന്ന് പറയുന്നത് മിഡ് ടേം ഇൻറ്റു നമ്പർ ഓഫ് ടേം. അതിൽ നിന്ന് മിഡ് ടേം ഈക്വൽ ടു മിഡ് ടേം കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? മിഡ് ടേം ഈക്വൽ ടു സം ഓഫ് ടേംസ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ടേംസ്. അതായത് ടേംസ് ഓഡ് നമ്പേഴ്സ് ആണെങ്കിൽ, അതായത് ടേംസിൻ്റെ എണ്ണം ഓഡ് നമ്പർ ആണെങ്കിൽ, ഇപ്പോൾ 5 ആണല്ലോ ഉള്ളത്, നമുക്ക് അതിൻ്റെ മിഡ് ടേം കാൽക്കുലേറ്റ് ചെയ്യാൻ എന്ത് ചെയ്താൽ മതി? സമ്മ് തന്നിട്ടുണ്ടെങ്കിൽ സമ്മ് ഡിവൈഡഡ് ബൈ എത്ര നമ്പർ ഓഫ് ടേംസ് എന്നുള്ളത് ചെയ്താൽ മതി. ഇനി സം ഓഫ് ടേംസ് ആണ് കാൽക്കുലേറ്റ് ചെയ്യാനുണ്ടെങ്കിൽ മിഡ് ടേം അറിയാമെങ്കിൽ മിഡ് ടേം ഇൻറ്റു നമ്പർ ഓഫ് ടേംസ് ചെയ്താൽ മതി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ വാട്ട് ഈസ് ഫോർത്ത് ടേം ആണ് ചോദിച്ചിട്ടുള്ളത്. ഫോർത്ത് ടേം എന്ന് പറയുന്നത് ഇതിൻ്റെ മിഡ് ടേം അല്ലേ? ആണ്, ഇതിൻ്റെ മിഡ് ടേം ആണ്. നമുക്ക് തന്നിട്ടുണ്ട് സം ഓഫ് ഫസ്റ്റ് 7 ടേംസ് ഓഫ് എൻ അരിത്തമാറ്റിക് സീക്വൻസ് എന്ന് പറയുന്നത് 133 ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ സം എന്ന് പറയുന്നത് തന്നിട്ടുണ്ട്. സം ഓഫ് ടേംസ് എന്ന് പറയുന്നത് 133 ആണ്. ഓക്കെ, ദെൻ എത്ര ടേം ഉണ്ട്? 7 ടേം ആണുള്ളത്. അങ്ങനെയാണെങ്കിൽ മിഡ് ടേം എന്ന് പറയുന്നത് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? മിഡ് ടേം ഈക്വൽ ടു 133 ഡിവൈഡഡ് ബൈ 7. 133നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടുക 19 ആണ് ആൻസർ കിട്ടുക. ഓക്കെ, ഇനി അതിലെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് 11th ടേം? അപ്പോൾ 4th ടേം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു മിഡ് ടേം വെച്ചിട്ട്. വാട്ട് ഈസ് 11th ടേം ആണ് ചോദിച്ചിട്ടുള്ളത്. 11th ടേം എപ്പോഴെങ്കിലും മിഡ് ടേം ആണോ എന്നുള്ളത് നോക്കുക. അപ്പോൾ നമുക്കറിയാം ദ സം ഓഫ് 7 ടേംസ് ഓഫ് അരിത്തമാറ്റിക് സീക്വൻസ് എന്ന് പറയുന്നത് 133 ആണ്. സം ഓഫ് 14th ടേം എന്ന് പറയുന്നത് 511 ആണ്, 511 ആണ്. അതായത് x1 to x1 ഇതിൻ്റെ സം എന്ന് പറയുന്നത് 133ഉം x14 വരെ x1 to x14 വരെ എന്ന് പറയുന്ന സം എന്ന് പറയുന്നത് എന്താണ് തന്നിട്ടുള്ളത്? 511 ആണ് തന്നിട്ടുള്ളത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ x8 മുതൽ x14 വരെയുള്ളതിൻ്റെ സം എന്തായിരിക്കും? ടോട്ടൽ, അതായത് 1 മുതൽ ഫസ്റ്റ് ടേം മുതൽ 14th ടേം വരെ സമ്മ് 511ഉം ഫസ്റ്റ് ടേം മുതൽ 7th ടേം വരെയുള്ള സമ്മ് എന്താണ്? 133 ആണ്. അപ്പോൾ x8 മുതൽ x14 വരെയുള്ള സമ്മ് എന്തായിരിക്കും? സമ്മ് എന്ന് പറയുന്നത് എന്ത് ചെയ്താൽ മതി? 511 മൈനസ് 133 ഈക്വൽ ടു നമുക്ക് കിട്ടുക 378 ആണ് കിട്ടുക. അതായത് x8 മുതൽ x14 വരേണ്ട സമ്മ് 378 ആണ് കിട്ടുക. ഓക്കെ, x8 കഴിഞ്ഞാൽ അടുത്തത് എന്താണ്? x9, x10, x11, 12, 13 അല്ലേ? അപ്പോൾ ഇതിൻ്റെ മിഡിൽ ടേം x8 മുതൽ x14 വരെയുള്ള മിഡിൽ ടേം എന്താണ്? x11 ആണ് അല്ലേ? അതാണ് 11th ടേം. 11th ടേം എന്ന് പറയുന്നത് നമുക്ക് എന്ത് ചെയ്താൽ മതി? നമ്മളിപ്പോൾ തൊട്ട് മുമ്പ് ചെയ്ത പോലെ നമുക്ക് എന്ത് ചെയ്താൽ മതി? അത് മിഡ് ടേം ആണ് അല്ലേ? അതിൻ്റെ മിഡ് ടേം ആണ്. അതായത് x8 മുതൽ x14 വരെയുള്ള ടേംസിൻ്റെ മിഡ് ടേം ആണ് എന്ത് പറയുന്നത്? x11th ടേം. അപ്പോൾ മിഡ് ടേം കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? സമ്മ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ടേംസ് അല്ലേ? സമ്മ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ടേംസ്. അപ്പോൾ സമ്മ് എന്ന് പറയുന്നത് 378 ആണ്. നമ്പർ ഓഫ് ടേംസ് എന്ന് പറയുന്നത് x8 മുതൽ x14 വരെ എത്ര ടേം ഉണ്ട്? 7 ടേം ഉണ്ട്. അപ്പോൾ 378 ഡിവൈഡഡ് ബൈ 7. അപ്പോൾ 378/7 ആൻസർ വരാം 54 ആണ് ആൻസർ വരാം. അതായത് 11th ടേം എന്ന് പറയുന്നത് 54 ആണ്. ഓക്കെ, ഇനി അതിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? ശ്രേണിയിലെ ആദ്യത്തെ 3 പദങ്ങൾ എഴുതുക. ആദ്യത്തെ 3 ടേംസ് നമ്മൾ എഴുതണം. അപ്പോൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് x4 എന്ന് പറയുന്നത് 19 ആണ്, x11 എന്ന് പറയുന്നത് 54 ആണ്. ഓക്കെ, അതായത് എന്താണ്? എത്ര ഡിഫറൻസ് ഇതിൻ്റെ ഇടയിൽ എത്ര ഡിഫറൻസ് വരുന്നുണ്ട്? 7 ഡിഫറൻസ് അല്ല? x4, x5, x6, x7, x8, x9, x10 അല്ലേ? അപ്പോൾ എത്ര ഡിഫറൻസ് വരുന്നുണ്ട്? 1, 2, 3, 4, 5, 6, 7 ഡിഫറൻസ് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ x11 അതായത് 54ൽ നിന്ന് 19 മൈനസ് ചെയ്താൽ നമുക്ക് കിട്ടുക 35 ആണ് അല്ലേ? അപ്പോൾ ഈ 35നെ ഈക്വലി എല്ലാ ഡിസ്റ്റൻസിലേക്കും എല്ലാ കോമൺ ഡിഫറൻസിലേക്കും എന്താക്കണം? ഈക്വലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം അല്ലേ? അപ്പോൾ നമ്മൾ എന്താണ്? 7 ഡിഫറൻസ് ആണ് എന്തെന്ന് പറയുന്നത്? 35. അപ്പോൾ ഡിഫറൻസ് എന്താണ്? കോമൺ ഡിഫറൻസ് എന്താണ്? 35 ഡിവൈഡഡ് ബൈ 7 ഈസ് ഈക്വൽ ടു എന്താണ്? 5 ആണ് നമ്മളുടെ എന്ത് വരാം? കോമൺ ഡിഫറൻസ് വരാം. ഓക്കെ, അപ്പോൾ നമ്മളോട് ചോദിച്ചിട്ടുള്ള ഫസ്റ്റത്തെ 3 ടേംസ് ആണോ ചോദിച്ചിട്ടുള്ളത്? ഓക്കെ, അപ്പോൾ x4 എന്ന് പറയുന്നത് 19 ആണ്. അപ്പോൾ അടുത്ത x4, x3 എന്തായിരിക്കും? 5 ഇങ്ങോട്ട് മൈനസ് ചെയ്താൽ മതി അല്ലേ? എന്തായിരിക്കും? 14. പിന്നെ 5 മൈനസ് ചെയ്തിട്ടുണ്ടെങ്കിൽ 9, ദെൻ 5 മൈനസ് ചെയ്തിട്ടുണ്ടെങ്കിൽ 4. അപ്പോൾ ഫസ്റ്റ് 3 ടേംസ് എന്ന് പറയുന്നത് 4, 9, 14.
ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 6th ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ നമ്പേഴ്സ് ബിലോ can be a term in the arithmetic sequence 5, 8, 11, etc. അപ്പോൾ ടേം ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് അരിത്തമാറ്റിക് സീക്വൻസ് 5, 8, 11, etc. ഇതാണ് അരിത്തമാറ്റിക് സീക്വൻസ്. ഇതിലെ ടേം ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം നിങ്ങൾ കോമൺ ഡിഫറൻസ് ഫൈൻഡ് ചെയ്യുക. കോമൺ ഡിഫറൻസ് എന്താ? കോമൺ ഡിഫറൻസ് വെച്ചാൽ 8 - 5 = എന്താണ്? 3 ആണ്. ഇനി ഇതിൽ ഓരോ ടേമിനെ കൊണ്ടും അതായത് 5നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1 × 3, ദെൻ റിമൈൻഡർ 2. 8നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്തെങ്കിലും കിട്ടാം? 2 × 3 6, റിമൈൻഡർ 2. അപ്പോൾ ഇതിലെ അരിത്തമാറ്റിക് സീക്വൻസ് ആയത് ഇതിലെ ഏത് ടേമിനെ കൊണ്ടും ആ കോമൺ ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടണം? റിമൈൻഡർ 2 കിട്ടണം. ഇനി നമുക്ക് തന്നിട്ടുള്ള ഓപ്ഷനിലേക്ക് നോക്കാം. 25നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 25നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ 2 കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം. 25നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 8 × 3 24, റിമൈൻഡർ എന്താണ്? 1 ആണ്. അപ്പോൾ ഇതല്ല ആൻസർ, ഇത് ആൻസർ ആവില്ല. അപ്പോൾ നെക്സ്റ്റ് നോക്കുക. 25 30/3 എന്തായാലും റിമൈൻഡർ എന്തായിരിക്കും? 0 ആയിരിക്കും അല്ലേ. ഇനി അടുത്തത് എന്താ? 35/3. ഇതിന് 1 × 3 3, 5, 1 × 3 3, ദെൻ റിമൈൻഡർ എന്താണ്? 2 ആണ്. അപ്പോൾ എന്താണ് ആൻസർ വരിക? 35 ആണ് ആൻസർ വരിക. അപ്പോൾ ടേം ആണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് അരിത്തമാറ്റിക് സീക്വൻസ് കൺസിഡർ ചെയ്യുക. അതിൽ എന്ത് കാണണം? കോമൺ ഡിഫറൻസ് കാണണം. എന്നിട്ട് ആ കോമൺ ഡിഫറൻസ് കൊണ്ട് അരിത്തമാറ്റിക് സീക്വൻസിൽ ഏത് ടേമിനെയും ഡിവൈഡ് ചെയ്യുമ്പോൾ ഒരേ റിമൈൻഡർ കിട്ടണം. അപ്പോൾ നിങ്ങൾക്ക് തന്നിട്ടുള്ള ഓപ്ഷനിൽ നിന്ന് ആ ഒരു ടേം എടുത്തിട്ട് ആ ഒരു കോമൺ ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ സെയിം റിമൈൻഡർ കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. അങ്ങനെ റിമൈൻഡർ സെയിം കിട്ടുന്നുണ്ടെങ്കിൽ മാത്രമാണ് അതിലെന്തായിരിക്കുള്ളൂ? ടേം ആയിരിക്കുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 7th ക്വസ്റ്റ്യൻ. ദ സം ഓഫ് ഫസ്റ്റ് ആൻഡ് 13th ടേം ഓഫ് അരിത്തമാറ്റിക് സീക്വൻസ് ഈസ് 60. വാട്ട് ഈസ് ദ സം ഓഫ് ഇറ്റ്സ് സെക്കൻഡ് ആൻഡ് 29th ടേം? ഇനി അടുത്തത് വാട്ട് ഈസ് ദ സം ഓഫ് ഇറ്റ്സ് 15th ആൻഡ് 16th ടേം? ഫൈൻഡ് ദ സം ഓഫ് ഫസ്റ്റ് 30 ടേംസ്. ഒരു സമാന്തര ശ്രേണിയിലെ ആദ്യത്തെയും 30ാമത്തെയും പദങ്ങളുടെ തുക 60 ആണ്. രണ്ടാം പദത്തിൻ്റെയും 29ാം പദത്തിൻ്റെയും തുക എത്രയാണ്? 15ാമത്തെയും 16ാമത്തെയും പദങ്ങളുടെ തുക എത്രയാണ്? ആദ്യത്തെ 30 പദങ്ങളുടെ തുക കണക്കാക്കുക. ഈ ഒരു മോഡൽ ക്വസ്റ്റ്യൻ നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് ചെയ്തിട്ടുള്ളതാണ് അല്ലേ. അപ്പോൾ നോക്കി, സം ഓഫ് ഫസ്റ്റ് ആൻഡ് എന്താണ് പറഞ്ഞിട്ടുള്ളത്? അതായത് സം ഓഫ് ഫസ്റ്റ് ആൻഡ് 13th ടേം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ട്? 60 കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ അതിൽ വാട്ട് ഈസ് ദ സം ഓഫ് ഇറ്റ് സെക്കൻഡ് ടേമും 29th ടേമും ആഡ് ചെയ്താൽ എത്രയാണ് കിട്ടുകയെന്നുള്ളത് നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ പറഞ്ഞു അല്ലേ. അതായത് പൊസിഷൻ സം ഈക്വൽ ആണെങ്കിൽ അതൊക്കെ 1 + 30 എന്ന് പറയുന്നത് എന്താണ്? 31 ആണ് അല്ലേ. പൊസിഷൻ സം ഈക്വൽ ആണെങ്കിൽ അതിൻ്റെ സം ഓഫ് ടേംസും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഓക്കെ, അപ്പോൾ 1 + 30 എന്ന് പറയുന്നത് 31. ഓക്കെ, 2 + 29 എന്ന് പറയുന്നത് എന്താണ്? 31 ആണ്. അപ്പോൾ ഇതിൻ്റെ സം എന്ന് പറയുന്നത് എന്താണ്? 60 ആണ്. അപ്പോൾ ഇതിൻ്റെ സം എന്തായിരിക്കും? 60 ആയിരിക്കും. അപ്പോൾ ആൻസർ എന്താണ് വരിക? 60 ആണ് വരിക. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അതിൽ 15ാമത്തെയും 16ാമത്തെയും പദങ്ങളുടെ തുക, അതായത് 15th ആൻഡ് 16th സം. അപ്പോൾ 15 + 16 എന്ന് പറയുന്നത് എന്താണ്? 31 ആണ് അല്ലേ. അതിൻ്റെ തുക തന്നെയായിരിക്കും, അതിൻ്റെ സം തന്നെയായിരിക്കും? 60 ആയിരിക്കും. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ആദ്യത്തെ 30 പദങ്ങളുടെ തുക, അതായത് ആദ്യത്തെ 30 ടേംസിൻ്റെ സമ്മാണ് ഫൈൻഡ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ 30 ടേംസ് ആണല്ലേ. അപ്പോൾ ഈവൻ നമ്പർ ഓഫ് ടേംസ് ആണുള്ളത്. ഓക്കെ, അപ്പോൾ അവിടെ പെയർ വൈസ് സമ്മാണ് നമ്മൾ എടുക്കേണ്ടത്. അതായത് പെയർ സം എന്ന് പറയുന്നത് ടോട്ടൽ സമ്മിനെ ഡിവൈഡ് ചെയ്യണം. എന്ത്? നമ്പർ ഓഫ് പെയേഴ്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 1 2 3 4 നമ്മൾ എന്തെടുത്തു? എന്താണ്? 4 ടേംസ് എടുത്തു അല്ലേ. അതൊരു ഈവൻ നമ്പറാണ്. അപ്പോൾ ഇതിൻ്റെ സം എന്ന് പറയുന്നത് എന്താ? നമുക്കറിയാം 1 + 4 എന്താണ്? 5 ആണ്. 3 + 2 എന്താണ്? 5 ആണ്. അപ്പോൾ സം എന്ന് പറയുന്നത് എന്താണ്? 10 ആണ് അല്ലേ. 5 + 5 10 ആണ്. അപ്പോൾ ഇതിലെ പെയർ സം എന്ന് പറയുന്നത്, ഒരു പെയറിൻ്റെ സം എന്ന് പറയുന്നത് എന്താണ്? ടോട്ടൽ സം 10 ആണ്. എത്ര പെയറുണ്ട്? 2 പെയറുണ്ട്. അപ്പോൾ 10/2 = എന്ത് കിട്ടും? 5 അല്ലേ. അപ്പം എന്താണ് പെയർ സം എന്ന് പറയുന്നത്? 5 ആണ്. അപ്പോൾ ഇവിടെ ആദ്യത്തെ 30 പദങ്ങളുടെ തുക, ഫസ്റ്റ് 30 ടേംസിൻ്റെ സമ്മാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ചോദിച്ചിട്ടുള്ളത് സമ്മാണ് അല്ലേ. ഫസ്റ്റ് 30 ടേംസിൻ്റെ സം. അപ്പോൾ സം ഈക്വൽ ടു നമുക്ക് എന്ത് ചെയ്യണം? പെയർ സം ഇൻറ്റു നമ്പർ ഓഫ് പെയർ അല്ലേ. പെയർ സം ഇൻറ്റു നമ്പർ ഓഫ് പെയേഴ്സ്. എത്ര പെയർ ഉണ്ടാവും? ടോട്ടൽ 30 ആണ്, 30 ടേംസ് ആണ്. അപ്പോൾ എത്ര പെയർ ഉണ്ടാവും?
15 പെയർ ഉണ്ടാവും. ഒരു പെയറിൻ്റെ സം എത്രയാണ്? 60 ആണ് അല്ലേ? അപ്പോൾ ഏത് പെയർ എടുത്താലും 60 ആണ് സം. അപ്പോൾ 60 × 15 ഈക്വൽ ടു 900. അപ്പോൾ 900 ആയിരിക്കും നമുക്ക് എന്ത് വരാം? ഫസ്റ്റ് 30 ടേംസിൻ്റെ സമ്മ് വരാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 8th ക്വസ്റ്റ്യൻ. ദ സം ഓഫ് ഫസ്റ്റ് 3 ടേംസ് ഓഫ് എൻ അരിത്തമാറ്റിക് സീക്വൻസ് ഈസ് 30 ആൻഡ് ദ സം ഓഫ് ഫസ്റ്റ് 7 ടേംസ് ഈസ് 140. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ സെക്കൻഡ് ടേം ഓഫ് ദിസ് സീക്വൻസ്? ഒരു സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ 3 പദങ്ങളുടെ തുക 30ഉം ആദ്യത്തെ 7 പദങ്ങളുടെ തുക 140 ആണ്. ഓക്കെ, അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഈ ശ്രേണിയുടെ രണ്ടാം പദം എന്താണ്? ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് സം ഓഫ് ഫസ്റ്റ് 3 ടേംസ്, അതായത് x1, x2, x3, ഇതിൻ്റെ സം എന്ന് പറയുന്നത് x1 + x2 + x3 എന്ന് പറയുന്നത് എന്താണ്? 30 ആണ് അല്ലേ? 30 ആണ് എന്ന് പറയുന്നത് സം എന്ന് പറയുന്നത്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ അതിലെ വാട്ട് ഈസ് സെക്കൻഡ് ടേം? സെക്കൻഡ് ടേം എന്ന് പറയുന്നത് ഇതിൻ്റെ മിഡ് ടേം അല്ലേ? അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മിഡ് ടേം കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മളൊരു ഇക്വേഷൻ പഠിച്ചു. മിഡ് ടേം ഈക്വൽ ടു എന്താണ്? സമ്മ് ബൈ നമ്പർ ഓഫ് ടേംസ് അല്ലേ? നമ്പർ ഓഫ് ടേംസ്. ഇവിടെ സമ്മ് എന്ന് പറയുന്നത് 30 ആണ്. അപ്പോൾ x2 എന്ന് പറയുന്നത് 30 ബൈ എത്ര ടേംസ് ഉണ്ട്? 1, 2, 3 ടേംസ്. അപ്പോൾ 30 ബൈ 3 ഈസ് ഈക്വൽ ടു എന്താണ്? 10 ആണ് x2 വരാം. അതായത് സെക്കൻഡ് ടേം എന്ന് പറയുന്നത് 10 ആണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഈ ശ്രേണിയുടെ 4ാം പദം എന്താണ്? അതായത് നമുക്ക് കാണേണ്ടത് x4 എന്ന് പറയുന്നത് എന്താണ് എന്നാണ് കാണേണ്ടത്. ക്വസ്റ്റ്യനിൽ വേറൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. സം ഓഫ് എന്താണ്? സം ഓഫ് ഫസ്റ്റ് 7 ടേംസ് 140 കൂടിയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് x1 മുതൽ x3 വരേൻ്റെ സമ്മ് 30ഉം x1, x2, x3, x4, x5, x6, x7ൻ്റെ സമ്മ് എന്ന് പറയുന്നത് 140 ആണെന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, അങ്ങനെയാണ് x4 എന്ന് പറയുന്നത് ഇതിൻ്റെ മിഡ് ടേം അല്ലേ? ഓക്കെ, ഇതിൻ്റെ മിഡ് ടേം ആണ് x4 എന്ന് പറയുന്നത്. അപ്പോൾ എന്ത് ചെയ്താൽ മതി നമുക്ക്? x4 ഈക്വൽ ടു സമ്മ് ബൈ എന്താണ്? നമ്പർ ഓഫ് ടേം. സമ്മ് എന്ന് പറയുന്നത് 140 ആണ്. 140 ബൈ എത്ര ടേം ഉണ്ട്? 7 ഉണ്ട് അല്ലേ? 7 ടേംസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ആൻസർ എന്താ കിട്ടുക? 140 ബൈ 7 ഈസ് ഈക്വൽ ടു 20. അപ്പോൾ ഫോർത്ത് ടേം എന്ന് പറയുന്നത് എന്തായിരിക്കും? 20 ആയിരിക്കും ആൻസർ വരാം. തേർഡ് ക്വസ്റ്റ്യൻ, റൈറ്റ് ദ ഫസ്റ്റ് 3 ടേംസ് ഓഫ് ദിസ് സീക്വൻസ്. ഈ ശ്രേണിയുടെ ആദ്യത്തെ 3 പദങ്ങൾ എഴുതുക. അപ്പോൾ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ആദ്യത്തെ 3 പദങ്ങളാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് കിട്ടി x2 എന്ന് പറയുന്നത് 10ഉം കിട്ടി, x4 എന്ന് പറയുന്നത് 20ഉം കിട്ടി. അതായത് x2 എന്ന് പറയുന്നത് 10 ആണ്, x4 എന്ന് പറയുന്നത് 20 ആണ്. അപ്പോൾ ഈ ഡിഫറൻസ്, അപ്പോൾ x2, x3, x4 അല്ലേ? അപ്പോൾ ഈ ഒരു ഡിഫറൻസ് 20 - 10 എന്ന് പറയുന്നത് എന്താണ്? 10 ആണ് അല്ലേ? അപ്പോൾ 10നെ നമ്മൾ ഈക്വലി എത്ര ഡിഫറൻസ് ഉണ്ട്? 1, 2 ഈക്വലി ഡിവൈഡ് ചെയ്യണം. അപ്പോൾ 10/2 ഡിഫറൻസ് പറയുന്നത് 2 ഡിഫറൻസ് ഉണ്ട് x2നും x4നും ഇടയിൽ. ഓക്കെ, അപ്പോൾ 10/2 ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? 5 ആയിരിക്കും നമ്മളുടെ ഡിഫറൻസ് വരാം. ഓക്കെ, അപ്പോൾ നമ്മളുടെ x2 എന്ന് പറയുന്നത് 10 ആണ്, x2 10 ആണ്. x1 അപ്പോൾ എന്തായിരിക്കും? ഫസ്റ്റ് ടേം എന്തായിരിക്കും? 10ൽ നിന്ന് ഇവിടെ 5 മൈനസ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 5 കിട്ടും. ദെൻ x3 എന്തായിരിക്കും? 15 ആയിരിക്കും അല്ലേ? ഡിഫറൻസ് എന്ന് പറയുന്നത് നമ്മൾ എന്താണ്? 5 ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 9th ക്വസ്റ്റ്യൻ. ദ സം ഓഫ് ഫസ്റ്റ് ആൻഡ് 25th ടേം ഓഫ് എൻ അരിത്തമാറ്റിക് സീക്വൻസ് ഈസ് 70. സം ഓഫ് എന്താണ് പറഞ്ഞിട്ടുള്ളത്? സം ഓഫ് ഫസ്റ്റും 25th ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഫസ്റ്റ് ടേമും 25th ടേമും ആഡ് ചെയ്ത് കിട്ടുന്നത് 70 ആണ് അതിൻ്റെ സം. വാട്ട് ഈസ് ദ സം ഓഫ് 4th ആൻഡ് 22nd ടേം ഓഫ് ദി സീക്വൻസ്? അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് 13th ടേം ഓഫ് ദി സീക്വൻസ്? ഫൈൻഡ് ദ സം ഓഫ് ഫസ്റ്റ് 25 ടേംസ് ഓഫ് ദി സീക്വൻസ്. അതായത് ഒരു സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ പദത്തിൻ്റെയും 25ാമത്തെ പദത്തിൻ്റെയും തുക 70 ആണ്. ഈ ശ്രേണിയുടെ 4ാം പദത്തിൻ്റെയും 22ാം പദത്തിൻ്റെയും തുക എന്താണ്? ഓക്കെ, അപ്പോൾ വാട്ട് ഈസ് ദ സം ഓഫ് 4th ആൻഡ് 22nd ടേം ഓഫ് ദി സീക്വൻസ് എന്തായിരിക്കും? നോക്കി, ഫസ്റ്റ് ആൻഡ് 25th ടേം അല്ലേ? അപ്പോൾ 1 പ്ലസ് അതിൻ്റെ എന്താണ്? പൊസിഷൻ എടുക്കുക. പൊസിഷൻ്റെ സമ്മ് 25 + 1 എന്ന് പറയുന്നത് എന്താണ്? 26 അല്ലേ? ഇനി നമുക്ക് ചോദിച്ചിട്ടുള്ളത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ 4th ആൻഡ് 22nd അല്ലേ? അപ്പോൾ 22 + 4 എന്ന് പറയുന്നത് 26 അല്ലേ? അപ്പോൾ അതിൻ്റെ സമ്മ് എന്തായിരിക്കും? അതിൻ്റെ പെയർ വൈസ് സമ്മായിരിക്കും അല്ലേ ഇത്? അപ്പം സമ്മ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 70 തന്നെ ആയിരിക്കും അല്ലേ? അപ്പോൾ പൊസിഷൻ്റെ സമ്മ് ഈക്വൽ ആണെങ്കിൽ അതിൻ്റെ ടേംസിൻ്റെ സമ്മ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ഈസ് 13th ടേം ഓഫ് ദിസ് സീക്വൻസ്? 13th ടേം ആണ് നമുക്ക് ഫൈൻഡ് ചെയ്യേണ്ടത്.
അപ്പോൾ 13th ടേം എന്ന് പറയുന്നത് ഫസ്റ്റ് 25th ടേമല്ലേ തന്നിട്ടുള്ളത്. 13th ടേം എന്ന് പറയുന്നത് ഈ 25th ടേമിൻ്റെ മിഡ് ടേം ആണ് എന്താണ് 13th ടേം എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ 13th ടേമിൻ്റെ എന്താണ് 14th ടേമിൻ്റെയും ഇപ്പോഴത്തെ എന്താ 12th ടേമിൻ്റെയും ഇതിൻ്റെ സം എന്തായിരിക്കും 12th ആൻഡ് 14th. അപ്പോൾ അത് 12 + 40 എന്ന് പറയുന്നത് 26. അപ്പോൾ അതിൻ്റെ സം തന്നെയായിരിക്കും 70 ആയിരിക്കും. അപ്പോൾ 13th ടേം എന്ന് പറയുന്നത് എന്തായിരിക്കും 13th ടേം എന്ന് പറയുന്നത് 70/2 അല്ലേ. 70/2 = നമുക്ക് എന്ത് കിട്ടും 35. അപ്പോൾ 13th ടേം എന്ന് പറയുന്നത് 35 ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഈ ശ്രേണിയുടെ ആദ്യത്തെ 25 പദങ്ങളുടെ തുക. ഓക്കെ, ഫൈൻഡ് ദ സം ഓഫ് ഫസ്റ്റ് 25 ടേംസ് ഓഫ് ദിസ് സീക്വൻസ്. ഈ ശ്രേണിയുടെ ആദ്യത്തെ 25 പദങ്ങളുടെ തുക, അതായത് ഫൈൻഡ് ദ സം ഓഫ് ഫസ്റ്റ് 25 ടേംസ് ഓഫ് ദി സീക്വൻസ്. അപ്പോൾ മിഡ് ടേം എന്ന് പറയുന്നത്, അപ്പോൾ മിഡ് ടേം എന്തായിരുന്നു 13th ടേം ആയിരുന്നു മിഡ് ടേം. അത് നമുക്ക് എന്ത് കിട്ടി 35 കിട്ടി അല്ലേ. അപ്പോൾ സം ഓഫ് 25 ടേം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സം ഓഫ് 25 ടേംസ് എന്ന് പറയുന്നത് എന്തായിരുന്നു മിഡ് ടേം ഇൻറ്റു നമ്പർ ഓഫ് ടേം അല്ലേ. അതായത് 35 ഇൻറ്റു നമ്പർ ഓഫ് ടേംസ് എന്ന് പറയുന്നത് 25. അപ്പോൾ 35 × 25 = 875. ഓക്കെ, അപ്പോൾ ഇത്രയും ക്ലിയർ ആയി വിശ്വസിക്കുന്നു. അപ്പോൾ ഇതൊക്കെയാണ് അരിത്തമാറ്റിക് സീക്വൻസ് ചാപ്റ്റർ 1-ലെ അരിത്തമാറ്റിക് സീക്വൻസിൽ നിന്ന് ചോദിച്ചിട്ടുള്ള കഴിഞ്ഞ വർഷം ചോദിച്ചിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും ഓൺ എക്സാം, ക്രിസ്മസ് എക്സാം, മോഡൽ എക്സാം, പബ്ലിക് എക്സാമിനൊക്കെ ചോദിച്ചിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമ്മളെല്ലാ കൺസെപ്റ്റും അതിൻ്റെ ഒപ്പം പറഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് പാർട്ട് അടുത്ത ചാപ്റ്ററായിട്ട് സർക്കിൾസിലെ എല്ലാ ചോദ്യങ്ങളും കഴിഞ്ഞ വർഷം ചോദിച്ചിട്ടുള്ള എല്ലാ ചോദ്യങ്ങളും അതിൻ്റെ ആൻസേഴ്സും അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ കൺസെപ്റ്റുമായിട്ടുള്ള അടുത്ത ഒരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്